യെസ്, വെൽക്കം ടു അമ്മുണ്ണി വ്ളോഗ്സ്. അമ്മുണ്ണി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇത് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? ഹോസ്പിറ്റൽ ബേബി ബാഗ് പാക്കിംഗ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാവയുടെ ബാഗ് പാക്കിംഗ് ആട്ടോ. അപ്പോൾ വരെ ഇനി വരലുണ്ടാകുന്ന ദിവസമേ ഉള്ളൂ. ശരിക്കും എനിക്ക് ജൂലൈ അവസാനമാണ് ഡേറ്റ്. പക്ഷേ എന്താ പറയുക, വാവക്ക് വെയിറ്റൊക്കെ ആയിട്ടുണ്ട്. വെള്ളം ഗർഭപാത്രത്തിൽ നിറഞ്ഞേക്കണം. അപ്പോൾ അതുപോലെ ഡോക്ടർ നമുക്ക് നേരത്തെ സി സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ ചെയ്യാമെന്ന് പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ എൻ്റെ ബോഡി വീക്കാണ്, ബ്ലഡ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ വേഗം ചെയ്യണം എന്ന് പറഞ്ഞേക്കണോണ്ട് നമ്മൾ ജൂലൈ ആദ്യം നമ്മൾ വാവെത്തും കേട്ടോ. ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിതൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു വാവയുടെ ഐറ്റംസ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ എന്താ പറയുക, വീഡിയോ ഇട്ട് ചെയ്തിടണമെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ അയച്ചപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് ഓർത്തിരുന്നപ്പോഴോ എന്നും മഴ, ക്ഷീണം, തളർച്ച, കിടപ്പ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് നിർത്തി വിളിച്ചിട്ട് പറഞ്ഞു, അവൾക്ക് ഒക്ടോബറിൽ ഡേറ്റാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് വീഡിയോ ഇട്ട് ചെയ്യടി, എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് അറിയാനാണ്. നമ്മൾ ഓരോ കൊല്ലം ഓരോന്ന് മാറി മറിച്ച് വരുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഐറ്റംസ് നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞിട്ടാണോ? ഞാൻ കാണുന്നു, എടുക്കുന്നു, പോകുന്നു, വാങ്ങുന്നു, എന്തൊക്കെയാണെന്ന് മര്യാദയ്ക്ക് മനസ്സിലായിട്ടും കൂടി അല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്തിടാം, പറഞ്ഞല്ലേ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഉള്ള ആരോഗ്യം വെച്ചിട്ട് വേഗം വീഡിയോ ചെയ്യട്ടെ കേട്ടോ. കുറച്ചൊരു കഴിഞ്ഞാൽ പിന്നെ സൈഡാവും കേട്ടോ. ആദ്യം തന്നെ ബേബി ബാസ്ക്കറ്റിൽ തുടങ്ങാം. ബേബി ബാസ്ക്കറ്റാണിത്. ഇത് ബേബി ബാസ്ക്കറ്റ് പല ടൈപ്സ് ഇപ്പോൾ കുറേ മോഡൽ ഇറങ്ങിയത്, തുണിയിട്ട് പൊതിഞ്ഞതും ഒക്കെ മോഡലായിട്ട്. അപ്പോൾ ഞാൻ ഏട്ടനോട് ഏട്ടൻ നമുക്ക് അതൊന്നും വേണ്ട, റേറ്റ് ഉണ്ട് അതിന്, പക്ഷേ അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അഴുക്കൊക്കെയാവും. പിന്നെ ഏട്ടൻ പറഞ്ഞു, എന്തിനാണ് അത്, പിന്നെ ഇത്ര അത്യാവശ്യം വലിയ ടൈപ്പാണ് ഇപ്രാവശ്യം വാങ്ങിയത്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതിയാണ്, കുറച്ച് സാധനങ്ങൾ അതിലിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇതിലധികം സാധനം ഇട്ട് വയ്ക്കാം. അപ്പോൾ അതാണ് ബാസ്ക്കറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ഐറ്റം ഇതിലോട്ട് വെക്കാം കേട്ടോ. ഇത് ഞാൻ തുറന്നടച്ചും കളിക്കാൻ കുറച്ച് നേരമായി. അപ്പോൾ ഓരോരോ ഐറ്റംസ് ഞാൻ പറയാം. ഇത് ബേബി ബാത്ത് ഷീറ്റാണ് വരുന്നത്. ബേബി ഷീറ്റ് ഒന്നും പറഞ്ഞിട്ട് കേട്ടോ. കുളിപ്പിക്കുമ്പോൾ കിടത്തുന്ന ഷീറ്റാണ്. പക്ഷേ ഞാനിത് വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എന്താ പറയുക, ബെഡിൽ വിരിച്ചിട്ട് തുടപ്പിക്കണമെങ്കിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ര ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിലാണ് ആദ്യം പ്രസവിച്ചത്. അപ്പോൾ ജസ്റ്റ് ആ ഡോക്ടറും ഈ ഡോക്ടറും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഈ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത്, കുട്ടി ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒഴിഞ്ഞു കുളിപ്പിക്കുന്നതിനോട് വലിയ അങ്ങനെ ചെയ്യരുത്. ശരിക്കും അവരവർക്ക് അവരവരുടെ മൂക്ക്, അവരവരുടെ കണ്ണ് അതിൻ്റേതായ രീതിയിൽ തന്നെ ഉണ്ടാകത്തുള്ളൂ. അത് നിങ്ങൾ എത്ര ചെയ്താലും ഉണ്ടാകത്തില്ല. അതൊക്കെ ഒരു പഴമയുടെ വിശ്വാസമാണ്. നിങ്ങൾ അതൊക്കെ ചെയ്യണം. പക്ഷേ ചെയ്യുന്നവർ ചെയ്തോട്ടെ, പക്ഷെ നിങ്ങളും ചെയ്യണം. പക്ഷേ ഒരു സിസേറിയൻ കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ കുളിക്കാവും. കാരണം ഞാൻ ആദ്യം പ്രസവിച്ച് വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പിറ്റേന്ന് മുതൽ ഏട്ടൻ്റെ അമ്മ എന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ആ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നും ചെയ്യരുത് ബോഡിക്ക്. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ പ്രാവശ്യം ഇതിന് 15 ദിവസം കഴിഞ്ഞിട്ട് കുളിപ്പിച്ചാൽ മതി വാവേനെ. അതുവരെ തുടച്ച് വൃത്തിയാക്കിയാൽ മതി എന്നാണ് പറഞ്ഞേക്കണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബാത്ത് ഷീറ്റ് അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയതാണ് ഒരു വെള്ളത്തുണി, 2 മീറ്റർ വെള്ളത്തുണി വാങ്ങിയിട്ടുണ്ട്. മല്ലിൻ്റെ തുണി എന്നും പറയും, നമ്മുടെ അവിടെ കോറത്തുണി എന്നും പറയും. ചിലവർ മറ്റേ വെള്ളം കൊണ്ട് മുറിച്ചിട്ട് എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് 2 മീറ്റർ തുണി വാങ്ങി കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. വെള്ളത്തുണി ഇത് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. പിന്നെ വാങ്ങിയത് ടർക്കി ഞാൻ നിവർത്താൻ മടിച്ചിട്ടാണ്. ടർക്കി ഇത് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നല്ലതും ബാക്കിയെല്ലാം വീട്ടിലോട്ടായിട്ടാണ് വാങ്ങിയേക്കണേ. ഈ യെല്ലോയും വന്ന കഥയെന്ന് വെച്ചാൽ ഇത് അനിയത്തി വാങ്ങിയതാണ്, അത് ഏട്ടൻ വാങ്ങിയതാണ്. അതുകൊണ്ട് ഡാർക്ക് യെല്ലോയും ലൈറ്റ് യെല്ലോയും ഏട്ടൻ അനിയത്തി വാങ്ങി വെച്ചിരുന്നു. ഇതൊരു
പിങ്ക് ടർക്കി കേട്ടോ. ഇത് എന്താ പറയുക, ഈ വാങ്ങിയതിൽ ഏറ്റവും റേറ്റ് കുറവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കിയാണ് കേട്ടോ. അതൊരു ലക്കിന് കിട്ടിയതാണ്. പിന്നെ വാങ്ങിയതാണ് ഒരു ലാവൻഡർ ഷെയ്ഡിലെ ടർക്കി, ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ടർക്കി. ഇത് വീട്ടിലൊക്കെ ഇപ്പം മഴയല്ലേ, അപ്പോൾ വീട്ടിലെ യൂസിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിയത്. പിന്നെ വാങ്ങിയത് ഇത് ബട്ടർഫ്ലൈ മോഡൽ, അങ്ങനെയാണ് അതിൽ എഴുതിയത്, ബട്ടർഫ്ലൈ. ഇത് കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടെ അതിന് പുതപ്പിച്ചൊക്കെ കിടക്കുക, ബ്ലാങ്കറ്റ് വാങ്ങി. ഇതിൻ്റെ കമ്പിളിയുടെ ഫീലാണിത്, കട്ടിയില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ വാങ്ങിയത് ഡ്രൈ ഷീറ്റ്. ഇത് കുട്ടീനെ കിടക്കുന്ന വശം ഇത് യൂറിനൊന്ന് പാസ് ചെയ്ത് വരുന്നു, ഇവിടെ പ്ലാസ്റ്റിക് കോട്ടിങ് പോലെയാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് മീൻസ് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അതായത് ഇത് വലുതാണ്, ഇത് വലുതെന്ന് വെച്ചാൽ വേണം, ഇനി ഉള്ളിൽ മുടക്കുക, 4 മുടക്കുണ്ട്. ഇത് മീഡിയം സൈസാണ്, നല്ല വലുതാണ്. മറ്റേത് സ്മോൾ സൈസാണ്, അതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാട്ടോ അത് വാങ്ങിയിരിക്കുന്നത്. പിന്നെ വാങ്ങിയതാണ് ബാത്ത് ടവൽസ് മീൻസ് കുളിപ്പിക്കുമ്പോൾ എടുക്കാനായിട്ട് നമുക്ക് ഒന്ന് വലുതും, പിന്നെ ഹോസ്പിറ്റൽ യൂസിനായാലും ഇവിടെ വന്നാലും വെറുതെ നനച്ച് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുതും 2 എണ്ണം അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വാങ്ങിയ ഐറ്റാണ് ബ്ലാങ്കറ്റ് ഉടുപ്പ് പോലെ, അത് അതിൻ്റെ സോക്സ്, അതിൻ്റെ തൊപ്പി, അതൊരു സെറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഒരെണ്ണം വാങ്ങണം നല്ല ഓർഡർ കൊടുത്തിട്ടേക്കണം, ആമസോണിൽ വന്നിട്ടില്ല കേട്ടോ. പിന്നെ വാങ്ങിയത് കെട്ടുടുപ്പ്. ഇതൊക്കെ ഇങ്ങനെ കഴുകി ഓരോരോ സെക്ഷനാക്കി വെച്ചാട്ടോ. കെട്ടുടുപ്പ് അറിയാലോ, സാധാ കെട്ടുന്ന ഉടുപ്പ്. അത് ബട്ടൺസ് വരുന്ന ടൈപ്പ്, ബട്ടൺസ് അല്ലാതെ ഇവിടെ കെട്ടുന്ന ടൈപ്പ്, അതൊക്കെ തന്നെയായിട്ട് ഇതിൽ വെച്ചേക്കുന്നത്. ഇതെല്ലാം അങ്ങനത്തെ ഉടുപ്പുകളാണ്. പിന്നെ വാങ്ങിയതാണ് റോംബേഴ്സ്. അത് ഞാൻ തുറന്ന് നിർത്തി കാണിച്ചു തരാം. 4 എണ്ണം ആമസോണിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ക്യാപ്പ് ഇതിപ്പോഴത്തെ തീരെ സ്മോൾ സൈസാട്ടോ, ന്യൂ ബോൺ സൈസ്. അത് ഇതിപ്പോൾ 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടത്. ഇനി 4 എണ്ണം ഓർഡർ കൊടുത്തത് വരാനുണ്ട്. അത് ബുധനാഴ്ച വരും കേട്ടോ, ബുധനാഴ്ച എത്തും. പിന്നെ ഞാൻ വാങ്ങിയതാണ് ക്ലോത്ത് ഡൈപ്പർ. ഇത് എന്താ പറയുക, ആദ്യയുടെ സമയത്ത് ഒരു പ്ലാസ്റ്റിക് പോലെ വന്നിട്ടൊരു പാൻറ്റി പോലെയായിരുന്നു. ഷ്യൂറും പുറത്തോട്ട് വരില്ല, പ്ലാസ്റ്റിക് കോട്ടിങ് ആയിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് അഡ്ജസ്റ്റബിൾ ആണ്. 6 മന്ത് വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്ന ടൈപ്പായിട്ട് വരുന്നത്. പക്ഷേ ഇതൊരു കാര്യം ഞാൻ പറയാം, ഇപ്പം ഞാൻ കൊടുത്തില്ല, ഒരു 5 എണ്ണം ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വരുന്നത് ഇവിടെ പാഡ് ടൈപ്പാണ്. ഇത് പാഡില്ല, മനസ്സിലായത്, പാഡല്ല. ഇത് ഏട്ടൻ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഏട്ടയ്ക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് ക്ലോത്ത് ഡൈപ്പർ എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നപ്പോൾ ഈ ഒരു ടൈപ്പാണ് ഏട്ടൻ വാങ്ങിയത്. ശരിക്കും ഇതല്ല, ക്ലോത്ത് ഡൈപ്പർ പാഡ് വരുന്ന ടൈപ്പാണ്. നമ്മളിപ്പോൾ ഒരു 5 എണ്ണത്തിന് ഓർഡർ കൊടുത്താൽ അത് വന്നിട്ടില്ല കേട്ടോ. പിന്നെ വാങ്ങുന്നതാണ് പിന്നെ വരുന്ന ടൈപ്സ് സാധനമാണ് ക്യാപ്പ്, കയ്യിലിടുന്നത്, കുട്ടിയുടെ കയ്യിലിടുന്നത്, കാലിലിടുന്ന സോക്സ്, കയ്യിലിടുന്നത് ഉണ്ടല്ലോ, അതിന് മാച്ച് ചെയ്തൊരു ക്യാപ്പും, അങ്ങനത്തെ ഒരു 5-8 സെറ്റ്. അത് കഴുകി ഉണക്കി ഇതൊക്കെ ഓരോരോ ബാഗാക്കി വെക്കണമെന്ന് വെച്ചാൽ ഏട്ടനും കൂടി എടുക്കാൻ സൗകര്യത്തിനായിട്ടാണ് അങ്ങനെ വെക്കുന്നത്. ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എടുക്കാനാണ്. പിന്നെ ഇത് ടവൽസ്, ഫേസ് ടവല്,
അതൊരു 5-6 അത് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 5-6 വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന ഐറ്റമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് സെബാമെഡിൻ്റെ ബോഡി ലോഷനും സോപ്പും, അത് 2 ബ്രാൻഡിൻ്റെ. പൗഡർ ഞാൻ വാങ്ങിയിട്ടില്ല. പൗഡർ എന്തെങ്കിലും വാങ്ങിയാണെങ്കിൽ തന്നെ ഒരു ചെറിയ ബോട്ടിൽ എന്തെങ്കിലും വാങ്ങും, കണ്ണൊക്കെ എഴുതിക്കുമ്പോൾ ഒന്ന് തൊടിയിക്കാൻ മാത്രം. പൗഡർ യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ കയ്യിലേക്ക് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് 2 ആയി. ആദ്യക്ക് ഹിമാലയായിരുന്നു കേട്ടോ. അതാ പറഞ്ഞ കാലം മാറുന്നതനുസരിച്ച് സോപ്പ് ഇതൊക്കെ മാറും. പിന്നെ നെയിൽ കട്ടർ മീമി ബ്രാൻഡിൻ്റെ നെയിൽ ക്ലിപ്പ് അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് വൈപ്സ് മീമിയുടെ വൈപ്സ് വാങ്ങിയിട്ടുണ്ട്. മീമിയുടെ വൈപ്സ് എന്താ പറയുക, ഇതൊക്കെ ഞാൻ പറയില്ലേ, ഹെന്ന മെറ്റേണിറ്റി വെയറിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 72 പീസിനാണ് കേട്ടോ, 150 രൂപ. അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബഡ്സ്, ഒരു പാക്കറ്റ് ബഡ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നില്ലേ, ഇപ്പം സിസേറിയനെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്പൂണിലായിരുന്നു ആദ്യം കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് എനിക്ക് കുറവായിരുന്ന സമയത്ത് പിന്നെ ലാക്ടേഷൻ കൂടി ഇതിൽ കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചിട്ടു. ഗോവർണം എന്തോ പറയുക. അപ്പോൾ അത് ഒന്ന് ഞാൻ വാങ്ങി വെച്ചു. ആ ടൈമിങ്ങിന് ഓടിയിട്ട് ഇനി ഏട്ടൻ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വാവയുടെ ഹോസ്പിറ്റൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയക്കണത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഐറ്റംസ് ഞാൻ പറയാനുള്ളത്, ഇത് വാവയുടെ തുണി. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ എന്തായാലും ക്ലോത്ത് ഡൈപ്പർ എന്തായാലും യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് വേണ്ടി വരില്ല ഹോസ്പിറ്റലിലോട്ട്, എന്നാലും ഞാൻ എടുക്കുന്നെന്നുള്ളൂ. വാവയ്ക്ക് വാങ്ങി വെച്ച ഐറ്റം ഞാൻ കാണിച്ചു തരാം. വാവയ്ക്ക് വാങ്ങിയതാണിത്, മമ്മി പൊക്കോ, അങ്ങനെയല്ലേ, മമ്മി പൊക്കോ. ആദ്യക്ക് വാങ്ങിയത് നമ്മുടെ ഹിമാലയയുടെ ഇതായിരുന്നു, പാമ്പേഴ്സായിരുന്നു. കുഞ്ഞാവയ്ക്ക് വാങ്ങിയപ്പോൾ മമ്മി പോക്കോ പാക്സാണ് കുറച്ച് ബെറ്റർ. അതുപോലെ തന്നെ എനിക്കറിയാത്തൊരു കാര്യം ഇതിൽ പഠിക്കാൻ പറ്റി, ഇതിൽ ന്യൂ ബോൺ സൈസ് ഉണ്ട് കേട്ടോ. ആദ്യക്ക് ഞാൻ വാങ്ങിയത് സ്മോൾ സൈസായിരുന്നു. സ്മോൾ ടു XXL വരെ അവൻ യൂസ് ചെയ്തേക്കണം. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ന്യൂ ബോൺ സൈസ് ഉണ്ട് മോള്, അങ്ങനെ ഇതാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇതൊരു ബണ്ട് വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ക്ലോത്ത് ഡൈപ്പറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് എന്താ പറയുക, അവിടെ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ചേച്ചിക്ക് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇടാൻ സൗകര്യം, റൂമിൽ തണുപ്പിടണ്ടെന്നൊക്കെ ഓർത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് മാത്രമല്ലേ വരുമോ ഉപയോഗിക്കുകയാണെങ്കിൽ, അതൊന്നോ 2 ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അഴുക്കൊന്നും ആവില്ലല്ലോ. പിന്നെ ഡൈപ്പർ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഡൈപ്പർ ഞാനിതിങ്ങനെ മുറിച്ചിട്ട് കുറച്ച് എടുത്ത് ഇതിലോട്ട് വെക്കും, റൂമിൽ കൊണ്ടുപോകാൻ. മൊത്തമായിട്ടൊന്നും ഞാൻ കൊണ്ടുപോകില്ല കേട്ടോ. പിന്നെ അഥവാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ അവിടെ നിന്ന് വാങ്ങും. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് തുണി ഉണക്കുമ്പോൾ ഇടാനുള്ള ക്ലിപ്പ്. പിന്നെ വാങ്ങിയതാണിത്, വാവേനെ ഒന്ന് തുടപ്പിക്കണമെങ്കിൽ ഹോസ്പിറ്റലിലെ ബക്കറ്റ് എടുത്തിട്ട് അതിൽ വെള്ളം എടുത്തിട്ട് അതിലൊന്നും തുടപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഒരു ചെറിയ ബക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ആ ബക്കറ്റ് വാങ്ങിയ കൂട്ടത്തിൽ വെള്ളം എടുക്കുമ്പോൾ മഗ് അത്യാവശ്യം നല്ല വലിയ ടൈപ്പ് മഗ്ഗാണ്. ഇത് സെപ്പറേറ്റ് എടുത്തതല്ല, മഗ്ഗും ഇതും മാത്രം ഞാൻ വാങ്ങി. പക്ഷെ ഇത് വാങ്ങി തന്നപ്പോൾ ഇതെല്ലാം ഒരു കളർ കോമ്പിനേഷൻ പോലെ. ഇത് സോപ്പ് കിട്ടും, അതും സെയിം ആയില്ലേ, അങ്ങനെ അതും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലായതുകൊണ്ട് കിടക്കാനായിട്ട് കട്ടിൽ ഞങ്ങൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. ബുക്ക് ചെയ്തുകൊണ്ട് എന്താ പറയുക, കിടക്കാനായിട്ട് എനിക്കൊരു കട്ടിലുണ്ടാവും. ബൈസ്റ്റാൻഡർ നിൽക്കുന്നവർക്ക്, എൻ്റെ കൂടെ നിൽക്കുന്ന ചേച്ചിക്ക് കിടക്കാനായിട്ടൊരു കട്ടിലുണ്ടാവും. പിന്നെ എന്താ പറയുക, ഏട്ടനും ആദ്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കിടക്കാനായിട്ട് ഒരു പായ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ 2 പായ ഉണ്ടായിരുന്നു, അത് കള്ളന്മാർ കട്ടുകൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്താക്കി, പായ ഒരെണ്ണം വാങ്ങി. അത് വലിയ കള്ളന്മാരാണ്, പായ വരെയും കട്ടുകൊണ്ടുപോകണ കള്ളന്മാരുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ ഉണ്ട്, ഞാൻ ഷർട്ട് ഇടാത്തോണ്ട് ആ വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ. പിന്നെ ഇത് ബേബി ക്യാരിങ് ബെഡ്.
കുട്ടീനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അതിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇത് നന്നിട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് നീർക്കെട്ട് വീഴില്ല. ഓരോരുത്തർ എടുക്കുമ്പോഴൊക്കെ നീർക്കെട്ട് ബോഡിക്ക് വീഴില്ല. അപ്പം അതുകൊണ്ട് ഇതാണ് വാങ്ങിയേക്കണത്. ഇനിയിപ്പോൾ വരാനുള്ളതാണ് നെറ്റ്, എന്താ പറയുക, നെറ്റ് ബെഡ്. വാവയ്ക്കുള്ള നെറ്റ് ബെഡ് വന്നിട്ടില്ല. അത് ഞാൻ ഓർഡർ കൊടുത്തിട്ടേക്കണു. അത് എത്തിയിട്ടില്ല. അതിനിപ്പം കുറച്ച് ദിവസത്തുള്ളിൽ അതങ്ങോട്ട് എത്തും. ആമസോണിൽ ബുക്ക് ചെയ്തിട്ടാണ്. ബാക്കി എല്ലാ പ്രൊഡക്ട്സും കുഞ്ഞിൻ്റെയൊക്കെ ആയി. കണ്ടോ, വാവയ്ക്കുള്ള എല്ലാ ഐറ്റംസും പാക്ക് ചെയ്ത് വെച്ചൊക്കെയാണ്. ഞങ്ങളിനിപ്പോൾ ഈ ആഴ്ചയിൽ അഡ്മിറ്റ് ആവും. അപ്പോൾ ഞങ്ങൾക്ക് വൈകാതെ എല്ലാ എന്താ പറയുക വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു.